എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ജൈത്രയാത്ര. BJP വലിയ കാര്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കുമെന്ന്. ഇന്ത്യ രാജ്യത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുത്ത് ഞങ്ങൾ ചരിത്ര വിജയം ആവർത്തിക്കും, മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരും, ഭരണഘടനയോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള അവരുടെ ഭാവത്തെ തകർത്തെറിയുകയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം. എല്ലാ മേഖലകളിലും പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ ശരിക്കും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മുന്നേറ്റം എല്ലാ മേഖലകളിലും നടത്താൻ കഴിയും. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിജയത്തേക്കാൾ ഏറെ അവർക്ക് അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. BJPയോട് കിടപിടിക്കാൻ ഇപ്പോൾ നല്ല തോതിൽ കഴിയുന്നുമുണ്ട്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അതുപോലെ വടക്കിഴക്കൻ മേഖലയിലും കൃത്യമായി BJPക്കെതിരെ സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ അവർക്ക് കഴിഞ്ഞു. കോൺഗ്രസിനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വിവിധ പാർട്ടികൾ അതിശക്തമായി പ്രൗഢോജ്വലമായി നടത്തിയിരിക്കുന്ന ഈ പോരാട്ടം 7 ഘട്ടങ്ങളിലും അത് ശക്തമായി തന്നെ പ്രകീർത്തനം അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 7 ഘട്ടങ്ങളിലും പോളിംഗ് നടക്കുമ്പോൾ ആത്മവിശ്വാസത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ ആവേശം കൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം തന്നെ BJP നേതാക്കൾ പറഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ ആളുകൾ തമ്മിൽ പടലപ്പിണക്കമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിലെ ഘട്ടം കഴിഞ്ഞാൽ തമ്മിലടിയാവും, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയായിരിക്കും അവിടെ നടക്കുക, അത്തരത്തിലേക്കായിരിക്കും പോകുന്നത്. അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയുമില്ല, അതെല്ലാം തട്ടുപൊളിപ്പൻ സ്റ്റൈൽ മാത്രമാണ്, അതെല്ലാം പൊളിഞ്ഞ് പാളീസാകാൻ പോവുകയാണ്. നരേന്ദ്രമോദിയെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവർ തമ്മിൽ ഒരു പരസ്പര വിശ്വാസമോ ധാരണയോ ഒന്നും തന്നെ ഇല്ല എന്ന്. എന്നാൽ BJPയിലേക്ക് പോകുന്ന സഖ്യകക്ഷികളുടെ കാര്യം എന്താണ്? അവരെയെല്ലാം ഭയപ്പെടുത്തിയാണ് BJPയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത്. അജിത് പവാർ അടക്കമുള്ളവർ എങ്ങനെയാണ് NDAയുടെ ഭാഗമായതെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെയൊക്കെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ തെളിയിച്ച് കളയും, അല്ലെങ്കിൽ EDയെ കൊണ്ട് അന്വേഷിപ്പിക്കും, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ വലവീശി പിടിക്കുന്നത്. ഇതേ പരിപാടി BJP വർഷങ്ങളായി അവലംബിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന തിരിച്ചുള്ള ചോദ്യത്തിന് മറുപടിയും ഇല്ല. ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റത്തിൽ പകച്ചു പോകുന്ന BJPക്ക് ഇതും ഇതിനപ്പുറവും പറയാൻ കഴിയും.